പിന്നെ പപ്പോട്ടൻ ഉണ്ടാക്കിയ ഒരു റെക്കോർഡുണ്ട് മദ്രാസിൽ. ആ റെക്കോർഡ് ഇപ്പോഴും മദ്രാസ് കോർപ്പറേഷനിൽ കിടക്കുകയാണ്. എന്താ വെച്ചാൽ ഈ പട്ടം സദനും പപ്പോട്ടനും രാത്രി പോകുന്ന സമയത്ത് പപ്പോട്ടനാണ് പട്ടം സദനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇറക്കേണ്ടത്. ഒരിക്കലും വീട്ടിലേക്ക് വഴി അറിയില്ല രണ്ടുപേർക്കും. അപ്പോൾ അവിടെ ഏരിയ പോയിട്ട് രാത്രി ഓരോ വീട്ടിൽ വിളിച്ചു ചോദിക്കും പട്ടം സദന്റെ വീട് ഏതാണ്. പപ്പോട്ടൻ ചോദിച്ചിട്ട് അവർ ചീത്ത പറയും, അയാളുടെ വീട് അയാളല്ല വണ്ടി ഇരിക്കണം, അയാളുടെ വീട് അയാൾക്ക് അറിയില്ലേ. അത് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. പപ്പോട്ടിന് മലയാളം അറിയില്ല, തമിഴറിയില്ല. എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ ചീത്ത കേട്ടിട്ടാണ് അവിടെ കൊണ്ട് ഇറക്കുക. അവസാനം പപ്പോട്ടിന് ഒരു തീരുമാനത്തിലെത്തി, ഇനി നാട്ടുകാരെ തല്ലുകൊള്ളാൻ പറ്റില്ല, ചീത്ത കളി. അതുകൊണ്ട് എൻ്റെ സീറ്റിൻ്റെ അവിടെ ഒരു ബോർഡ് എഴുതി വെക്കാം, സദൻ സ്ട്രീറ്റ് എന്ന് എഴുതി വെച്ചു. ഇപ്പൊ കോർപ്പറേഷനിൽ അത് റെക്കോർഡാണ് സദൻ സ്ട്രീറ്റ്. പിന്നീട് ഓട്ടോറിക്ഷക്കാരൻ മദ്രാസിൽ സദൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന വടപഴനിയിൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്. അത് ഈ പപ്പുച്ചേട്ടൻ എഴുതി വെച്ചാണ്. പപ്പോട്ടൻ എഴുതി വെച്ചാണ്. എന്ത് വാർത്തകൾ അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. കോർപ്പറേഷനിൽ സദൻ സീറ്റ് ഉണ്ട്. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കോർപ്പറേഷൻകാർ വന്ന് നോക്കിയപ്പോ ഈ സ്ട്രീറ്റ് പേരെന്നാ, ഇത് പേര് സദൻ സ്ട്രീറ്റ്. ഓക്കെ, അതിൽ റെക്കോർഡിലാക്കി സദൻ സീറ്റായി. ഈ വീട് പട്ടം സദൻ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി വീട് അറിയാത്തോണ്ട് എഴുതി വെച്ചതാണ്. പപ്പോട്ടന് ഐഡിയ കൊടുത്തിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയിട്ട് അവിടെ കുത്തി വെച്ചിട്ട് പോയതാണ്. പിന്നെ ആട്ടോക്കാരൻ തന്നെ സദൻ സീറ്റിന് ബോർഡ് ഇരിക്കുന്ന ഇടത്തിൽ കൊണ്ടുപോയി വിടുന്നു. അങ്ങനെ പോയിട്ട് അത് സദൻ സീറ്റ് കോർപ്പറേഷനിലെ റെക്കോർഡിലായി. ഇതൊക്കെ വൻ ചരിത്രം കേട്ടോ. പേരുണ്ടായ കഥയാണ് പറയുന്നത്.